മലയാളത്തിലെ മാധ്യമപ്രവർത്തന രംഗത്ത് ഈ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തന രംഗം കൈകാര്യം ചെയ്യുന്നവരിൽ ഇഷ്ടപ്പെട്ട കുറേ അധികം ആൾക്കാർ എനിക്കുണ്ട്. അതിലൊന്ന് ഉണ്ണി ബാലകൃഷ്ണൻ, അരുൺകുമാർ, സുജയ പാർവതി, അഭിലാഷ് മോഹൻ, നികേഷ് കുമാറിനെ ഇവരെയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. കാരണം ഇവരുടെ അവതരണ രീതി, ചരിത്രബോധം, മനുഷ്യനോടുള്ള ഇടപെടൽ, ഇവർ ഈ ഡിബേറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന പോലുള്ള ഒരു പുച്ഛിച്ച് തള്ളലോ ഒന്നും കാര്യമായിട്ടില്ല. ചരിത്രബോധം എങ്ങനെ നമ്മളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട് കൂടെ ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നില്ല. അതിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് കുടിയേറിയ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള ഉണ്ണി ബാലകൃഷ്ണൻ. പക്ഷേ എന്ത് ചെയ്യാം, സ്വന്തം ജീവിതത്തിന് വേണ്ടി മാധ്യമപ്രവർത്തനം മാറ്റിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ണി ബാലകൃഷ്ണനും എത്തിയിരിക്കുന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുതലാളി ചെയ്ത കർണാടകയിലെ അഴിമതിയുടെ ഒരു ഞെട്ടിക്കുന്ന വിവരം ഏഷ്യാനെറ്റിൽ മാധ്യമപ്രവർത്തന രംഗത്ത് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുവെന്ന് സ്വന്തമായി അഭിപ്രായപ്പെടുന്ന ഈ മാധ്യമപ്രവർത്തകര് ഒരാളും സ്വന്തം മുതലാളിയുടെ അഴിമതിയെക്കുറിച്ച് കമാന്നൊരക്ഷരം റിപ്പോർട്ട് പോലും ചെയ്യാൻ തയ്യാറല്ല. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. സ്വന്തം വ്യക്തിത്വം അടിയറ വെക്കേണ്ടി വന്ന ഒരു വ്യക്തി. ഇതുപോലെ ചരിത്രബോധമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ പല വിഷയങ്ങളും ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുമ്പോൾ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ അഴിമതിയെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ എത്ര നാൾ ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ടി വരും? ഒരുപക്ഷെ ഉണ്ണി ബാലകൃഷ്ണൻ പോലും ഇപ്പം വിചാരിക്കുന്നുണ്ടാവും, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഞാൻ വന്ന സമയം ഞാൻ വരേണ്ടിയിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ ഈ അഴിമതിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാതെ മാധ്യമപ്രവർത്തനം നേരാം വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഏഷ്യാനെറ്റിലെ വിനു വിജോണോ, അബ്ജോദോ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിനെയൊക്കെ നമ്മൾ ഈ ഗണത്തിൽ പെടുത്തുന്നേ ഇല്ല. കാരണം അവരെ വെറും മാധ്യമത്തിന്റെ അടിമകളായിട്ട് മാറി കുടുംബ കല്ലറയിലെ ഒരു അംഗങ്ങളെ പോലെയാണ് അവർ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നത്. പേരിൽ മാത്രം മതിയോ നേരോടെ, നിരന്തരം, നിർഭയം?